എല്ലാ കൂട്ടുകാർക്കും എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? എല്ലാവരും അടിപൊളിയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിംഗ് എല്ലാം ചെയ്യുമെന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ രണ്ട് ഷെയർസും 100 രൂപയിൽ താഴെ മാത്രം വിലയുള്ള ചെറിയ ഷെയർസാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് പ്രത്യേക കാര്യം ഓർക്കുന്നു, ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ചില റേഞ്ചുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ഏരിയയ്ക്ക് താഴേക്ക് വന്നാലും ആ സ്റ്റോക്കിനുണ്ടാകുന്ന വില വ്യതിയാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക. നിങ്ങൾക്കൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുമായോ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വയം അനലൈസേഷൻ എത്തിയിട്ട് ഒരു നിഗമനത്തിൽ എത്താൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റോക്ക് നമുക്കിവിടെ ചാർട്ടിൽ കാണുന്നുണ്ട്. PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 48 രൂപയാണ് ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. നമുക്കിവിടെ ചാർട്ട് കാണാം. ഇതൊരു ഇൻട്രാഡേ ചാർട്ടാണ്. നമുക്ക് ഈ ചാർട്ടിനെ കുറച്ച് പിന്നിലേക്ക് പോയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഈ സ്റ്റോക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് നോക്കിയാൽ കാണാം, നല്ല വോള്യൂം ഉണ്ട്. അപ്പോൾ ഈ കയറ്റത്തിൽ നല്ല വോള്യൂം ഉണ്ട്. അതുകൂടാതെ ഈ ഷെയർ കയറിയതിന് ശേഷം, അതായത് ഏകദേശം 70 രൂപ പോയിൻ്റ് പോയി, അതിനുശേഷം ഒരു ചെറിയൊരു നാരോ റേഞ്ചാണ്, ഒരു കൺസോളിഡേഷൻ ഏരിയ. ഈ ഏരിയയിൽ വോള്യൂം തീരെ കുറവാണ്. ഈ ഏരിയയിൽ അതിനുശേഷം വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അവിടെയും നല്ല വോള്യൂം ഉണ്ട്. അതുകൂടാതെ ലാസ്റ്റ് ഈ സമയത്തും നല്ല വോള്യൂം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ വോള്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതൊരു അപ്സൈഡ് മൊമെൻറ്റം വരാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ മറ്റൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ ഏരിയ, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് കണ്ട, ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ഏകദേശം ഒരു 50-52 റേഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ മാർക്ക് ചെയ്ത ഏരിയ എന്ന് വെച്ചാൽ കൃത്യം ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ്. കണ്ട, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, ഇവിടെയും ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെയും വരെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ ഏരിയയ്ക്ക് മുകളിൽ, അതായത് ഈ 52 ഈ ഏരിയയ്ക്ക് മുകളിൽ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കുക വകയുണ്ട്. നമുക്ക് ഏകദേശം ഒരു 70 വരെയെങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്നാമത്തെ കാരണം ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ, 3 പ്രാവശ്യം ഇത് ടച്ച് ചെയ്ത മേജർ റെസിസ്റ്റൻസ് ഏരിയ. രണ്ടാമത്തെ കാര്യം കേട്ടോ, ഈ വലിയ 2 ഗ്രീൻ ക്യാൻഡിൽ നല്ല വോള്യൂം ഉണ്ട്. ഈ സമയത്ത് നല്ല വോള്യൂം, അപ്പോൾ ഒരു കയറാനായിട്ട് കുതിക്കാനായിട്ട് പുലി പതുങ്ങി നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ നിൽപ്പ് ഇപ്പോൾ കാണുന്നത്. കണ്ട ഈ ഏരിയ. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഇതിലിപ്പോൾ നമ്മൾക്ക് കാണുന്നത്. പക്ഷേ ഇതിലൊരു റിസ്ക് ഫാക്ടറും ഉണ്ട്. ഏത് ഷെയറിനും ഒരു റിസ്ക് ഫാക്ടറും ഉള്ളതുപോലെ ഇതിലും ഒരു റിസ്ക് ഫാക്ടറുണ്ട്. നമുക്ക് അത് ഒരു ഏരിയ ഒന്ന് വരച്ച് നോക്കാം, റിസ്ക് ഫാക്ടർ ഏരിയ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഏരിയ, അതായത് ഈ ഏരിയ. ഈ ഏരിയ ആണ് ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 44 ഇതിൻ്റെ ഒരു റിസ്കി ഏരിയ, 44. അപ്പോൾ ഈ 44-ന് താഴേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ വിറ്റുമാറേണ്ടതായിട്ടുണ്ട്. കാരണം അത്രയും റിസ്ക്കാണ് നമ്മൾ ഇവിടെ എടുക്കാനായിട്ട് കാര്യമുള്ളൂ. ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നു, അത് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഏരിയയാണ് 44. അതുകൂടാതെ ഇവിടെ 44 ഏരിയ, ഇവിടെ 44 ഏരിയ, ഇവിടെ 44. ഈ 44 ഏരിയ ഇവിടെ ഈ സമയത്തൊക്കെ ഇതൊരു
റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയിട്ട് വീണ്ടും അതൊരു റീടെസ്റ്റിന് വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു തൃശങ്കു സ്വർഗ്ഗ ഏരിയ, നമുക്കൊന്നും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരു ഏരിയയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റവും ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഡൗൺ സൈഡുമാണ് ഇപ്പോൾ കറണ്ട് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. അതുകൊണ്ടാണ് ഈ ഏരിയ ഇവിടെ ഒരു കൺസോളിഡേഷൻ കുറച്ച് നാൾ നിന്നു കണ്ടാ. ഇവിടെ ഏരിയ ഈ 44 എന്ന് പറയും. അതുകൂടാതെ ഇവിടെ കണ്ട ഈ 44 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ 44 എന്ന് പറയുന്ന ഈ ഏരിയ നമ്മൾ ബഹുമാനിക്കണം എപ്പോഴും. അപ്പോൾ അത് ഒരു SL കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ഈ ഏരിയയ്ക്ക് മുകളിൽ ഒരു 52-ന് മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മീഡിയം ടേം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി ഇതിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസിൻ്റെ സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ള കാരണങ്ങൾ. ഇനി അടുത്ത ഷെയറിലേക്ക് പോകാം. അടുത്ത നമ്മൾ ഷെയർ ഓറിയൻറ്റ് പേപ്പർ ആൻഡ് ഇൻഡസ്ട്രീസ്. വെറും 60 രൂപയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓറിയൻറ്റ് പേപ്പർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് 60 രൂപ ആണ്. 60 രൂപയുടെ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിയാൽ കാണാൻ വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് വിത്ത് നല്ല വോളിയം ഉണ്ട്. ഈ സമീപകാലത്തൊന്നും ഇത്രയും വോളിയം ജനറേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നല്ല വോളിയം ഉണ്ട്. നല്ലൊരു വലിയൊരു ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ചെറിയ കൺസോളിഡേഷന് ശേഷമാണ് ഇത് വന്നിട്ടുള്ളതെന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ചെറിയൊരു കൺസോളിഡേഷൻ, അതായത് ഒരു 6-7 ദിവസം ഒരു നാരോ റേഞ്ച് ട്രേഡ് ചെയ്തതിന് ശേഷമാണ് ഇതൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നല്ലൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. രണ്ടാമത്തെ ഒരു കൺസോളിഡേഷന് ശേഷമാണ് അതൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അതുകൂടാതെ സമീപകാലത്ത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു 6-7 മാസത്തിനുള്ളിൽ നമുക്ക് ഇത്രയും വലിയൊരു വോളിയം ഉണ്ടായത് ഇപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു 3 കണ്ടീഷൻ ഇവിടെ നമുക്ക് മാച്ച് ആയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ് അതുകൂടാതെ നമുക്ക് വേറെ ചില കാരണങ്ങളും ഇതിലൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. ചെറുതാക്കുക എന്ന് വെച്ചാൽ കൂടുതൽ ഏരിയ കാണാൻ പാകത്തിന് ഉണ്ടാ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വെച്ചാൽ മേജർ റെസിസ്റ്റൻസ് സോണാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. മേജർ റെസിസ്റ്റൻസ് സോൺ 3 പ്രാവശ്യം കട്ട് ചെയ്ത മേജർ റെസിസ്റ്റൻസ്. ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറാനായിട്ട് സാധിച്ചില്ല. ഇവിടെയും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കയറാനായിട്ട് സാധിച്ചില്ല. ഇവിടെയും ടച്ച് ചെയ്ത് ഇവിടെ നോക്കിയാൽ 2 ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് മേജർ റെസിസ്റ്റൻസ് സോൺ. അത് വലിച്ചായ നമ്മൾ പറയില്ലേ ഒരു വെള്ളച്ചാട്ടത്തിനോട് തടയണ കെട്ടിയ ഇതുണ്ട്. വെള്ളച്ചാട്ടം അങ്ങനെ പേരുടെ തടയണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തടയണയുടെ ബ്രേക്ക് ചെയ്തിട്ട് വെള്ളച്ചാട്ടം കുതിച്ചു പായുന്നു. അതുപോലെയാണ് ഇവിടെ കണ്ട വലിയ ക്യാൻഡിൽ വലിയ വോളിയം ബാർ ഇത്രയും വോളിയം ഇവിടെ വന്നിട്ട് വോളിയം വിത്ത് ആ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്തിട്ട് തള്ളി കയറ്റി അവിടെ നിൽക്കുകയാണിത്. അതുകൂടാതെ ഇതൊരു കൺസോളിഡേഷൻ സോണിലാണ് ഇതിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 40ഉം ഒരു 60ഉം റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 40ഉം 60നും 40നും ഇടയിലാണ് ഇത്രയും നാൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 60 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോഴും ഇതിലും ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു മേജർ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഒരു വൈഡായിട്ട് മാറും. അതായത് ഈ 40ആണ് മേജർ സപ്പോർട്ട് സോൺ. മേജർ സപ്പോർട്ട് സോൺ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് മേജർ സപ്പോർട്ട്. പക്ഷേ അത്രയും എടുക്കുമ്പോൾ നമുക്ക് വലിയൊരു റിസ്ക് ആയിരിക്കും അവിടെ എടുക്കുന്നത്. അപ്പോൾ അത്രയും റിസ്ക് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെറിയൊരു റിസ്ക് എടുത്താൽ മതി. അത്രയും റിസ്ക്, അതായത് ഇവിടെ ഈ ഏരിയയിൽ ഒരു 53 ഏരിയയിൽ മാത്രം റിസ്ക് എടുത്താൽ മതി. ഇവിടെ ഈ സപ്പോർട്ട് സോൺ, ഈ കൺസോളിഡേഷൻ വന്ന ഈ ചെറിയ ഏരിയയിൽ ഇവിടെ 53ൽ ഒരു ചെറിയൊരു സപ്പോർട്ട് കാണുന്നില്ലേ, അവിടെ നമുക്കൊരു റിസ്ക് ഫാക്ടർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ഈ 53 റേഞ്ചിൽ നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു
അപ്സൈഡ് മൊമെൻറ്റം വരും ദിവസങ്ങളിൽ ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടീഷൻസ് പറഞ്ഞു, കാരണം റെസിസ്റ്റൻസ് എല്ലാം ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. ഇത്രയും നല്ല വോളിയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൂടാതെ ഒരു റേഞ്ചിലായിരുന്നു ഇത്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. റേഞ്ച് ബ്രേക്ക്, അപ്പോൾ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും. പക്ഷേ എനിവേ മാർക്കറ്റാണ് ഇത്. എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ കയറാൻ പറ്റാതെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 53-ൽ കയ്യിലുള്ള ഷെയർസ് വിറ്റ് മാറിയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. അത്രയും റിസ്ക്കാണ് ഇവിടെ ഉള്ളത്, റിസ്ക് ഏരിയ. അത്ര റിസ്ക് എടുത്താൽ മതി. വീണ്ടും താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഒരു 40 വേണമെങ്കിൽ എടുക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്നവർക്ക് ഇവിടെയും ഒരു റിസ്ക് എടുക്കാവുന്നതാണ് 40-ൽ. പക്ഷെ അതാകുമ്പോൾ വലിയ റേഞ്ചായിട്ട് മാറും. അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ട് ഷെയർസിനെ കുറിച്ച് പറയാനുള്ള കാരണങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്താൽ അവനും ഇത് ഒരു ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.